നല്ല ചൂര മുളകിട്ട മീൻകറിയും ചാള വറുത്തതും ഒക്കെ ആയിരുന്നു ഇന്നത്തെ രാത്രിയിലെ ഫുഡ്. അപ്പം നമ്മൾ വീട്ടിൽ മീൻകറിയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി. ഹോസ്പിറ്റലിൽ പോക്കും വരവും അങ്ങനെയൊക്കെ ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അപ്പോൾ ഒരു കൊതി തോന്നി, എന്നാൽ രാത്രിയിൽ ചോറും മീൻകറിയൊക്കെ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ നമ്മൾ ചൂരമീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചൂരയുടെ കൂടെ 2 ചാളയും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ചൂരയാണ് വാങ്ങിയത്. നല്ല ഫ്രഷ് ചൂരയായിരുന്നു. എനിക്ക് ഈ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മീൻ കാണാനും ഇഷ്ടമാണ്. പിന്നെ എനിക്ക് കിച്ചണിൽ ചെയ്യുന്ന ജോലികളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ജോലിയാണ് ഈ മീൻ കഴുകൽ. അപ്പോൾ മീൻ കഴുകൽ ഞാൻ തന്നെ അങ്ങ് ഏറ്റെടുത്തു. അങ്ങനെ മീൻ കഴുകി, ചൂരമീനായിരുന്നു മീൻ കഴുകി. അപ്പോൾ ഞാൻ മീൻ കഴുകുന്ന ഗ്യാപ്പിൽ തന്നെ അവിടെ ഉമ്മ ആണെങ്കിൽ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മീൻ കഴുകി എടുത്തു. തല പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഉണ്ടാവുള്ളൂ. അപ്പം 2 പീസ് ചൂരമീൻ വറുക്കാനും ബാക്കി ആ 2 ചാളയും കൂടെ വറുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും അരപ്പൊക്കെ തയ്യാറാക്കി മുളക് കറിക്കുള്ള അതൊക്കെ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം കറി കലക്കാണ്. അരച്ചിട്ടാണ് ചൂര മുളക് കറിയാണ് വെക്കുന്നത്. പക്ഷെ കണ്ട തേങ്ങക്കറി പോലെ കളർ തോന്നിയെങ്കിലും മുളക് കറിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഉമ്മ കറി കലക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കറിവേപ്പില പിച്ചാനുള്ള ജോലി കിട്ടി. അങ്ങനെ ഞാൻ പോയിട്ട് കറിവേപ്പിലൊക്കെ പിച്ചിക്കൊണ്ട് വരാണ്. നമുക്ക് ഫ്രഷ് ആയിട്ട് കറിവേപ്പിലയുണ്ട്. അപ്പം ബേബി ഇങ്ങനെ കറിവേപ്പിലയും കൊണ്ട് വരാണ് മീൻ കറിക്കകത്ത് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കറിവേപ്പില കൊണ്ട് കൊടുത്തു. അതിലേക്ക് തക്കാളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് മീൻ കറി ആണെങ്കിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനാണെങ്കിൽ മീൻ വറുക്കാൻ എടുത്തു. ചാളയും ചൂരയും കൂടെ വറുക്കാൻ വെച്ചു. തോരനും കൂടി പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു. പക്ഷേ സമയം കുറേ ആയതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു, തോരൻ വെച്ചില്ല. കറി തിളച്ചു. അതിലേക്ക് നമ്മൾ ചൂര കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് തിളച്ച് ആ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ച് കറി ഒന്ന് സെറ്റ് ആവണം. അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ചൂരക്കറിക്ക്. ചൂര ഫാൻസ് കുറേ ഉണ്ടാവും. എനിക്കും ചൂര ഭയങ്കര ഇഷ്ടമാണ്. കറിയൊക്കെ തിളച്ച് നമ്മൾ അവസാനം ഇച്ചിരി പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ഉള്ള കറിയാണ് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പം ചോറ് വിളമ്പേണ്ട സമയമായി. അപ്പോൾ ചോറ് വിളമ്പുന്നുണ്ട്. അപ്പോൾ ഞാൻ നിറയെ ചോറ് ഇട്ടിട്ടുണ്ട്. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ചോറ് കഴിക്കാനായിട്ട്. എന്നിട്ട് നല്ല തല എനിക്കാണ് തന്നത്. എനിക്ക് തലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തലയും 2-3 കഷ്ണം മീനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കാനുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് മീൻ വറുത്തതും ആയിട്ട് ഇങ്ങനെ കഴിക്കണം. അടിപൊളി ടേസ്റ്റായിരുന്നു ഫുഡിന്. എനിക്ക് നമ്മൾ ചൂട് ചോറ് ചൂട് മീൻ കറിയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ടേസ്റ്റല്ലേ. അപ്പോൾ ബേബി ഇങ്ങനെ കഴിക്കുക. എൻ്റെ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് കഴിക്കുകയാണ്. അവൾക്ക് ഇച്ചിരി എരിയൊക്കെ ഉള്ളതാണ്.